1 ലക്ഷത്തിന് 4 വണ്ടി കൊടുത്തിരുന്നു. 1 ലക്ഷത്തിന് 4 വണ്ടി കൊടുത്തിട്ട് ഓർമ്മ ഉണ്ടല്ലേ? അതായത് 1 ലക്ഷം രൂപയ്ക്ക് 4 വണ്ടികൾ. 1 ലക്ഷം രൂപയ്ക്ക് വെച്ചാൽ ഓരോ വണ്ടിക്ക് ഓരോ ലക്ഷം വെച്ചിട്ട് കൊടുത്തോണ്ടത്. അതൊരു കാലം. പെട്രോളാണ്, വലിയ മെയിൻ്റെനൻസ് ആയിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല, വലിയ മെയിൻ്റെനൻസും വരില്ല, വലിയ മൈലേജും വരില്ല. മൊത്തത്തിൽ ഒന്നും വരില്ല. AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അടിപൊളി എന്താ പറയാ, കേരിയറ്, അലവില്, 2 ഹെഡ്ലൈറ്റ്, 2 ഫോഗ് ലാമ്പ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. സലീം കടകൂടാണ് ഇന്നത്തെ വീഡിയോ. KS കാസിൽ വെച്ചിട്ട് മലപ്പുറം തറയിട്ടാൽ അല്ലേ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം വിളിക്കൽ തുടങ്ങിയാണ്. കല്യാണത്തിന് വന്നിട്ട് സ്റ്റേജ് താഴെ നോക്കിയിട്ട് ഒറ്റ പോക്ക്, താഴെ കയ്യിൽ തന്നിട്ട് അത് മതി. അപ്പോൾ ലൊക്കേഷൻ തറയിട്ടാലാണ്, കരിപ്പൂർ എയർപോർട്ടിൻ്റെ പുറകിലായിട്ട് കുമ്മണിപ്പറമ്പ് തറയിട്ടാൽ റൂട്ടിൽ സെൻട്രലായിട്ട് വരുന്നത്. അതെ, തറയിട്ടാലിൽ നിന്ന് കുമ്മണിപ്പറമ്പ് പോകുമ്പോൾ ഒരു 500 മീറ്റർ പോകുന്ന കാണാം KS കാർസ്. ഈ മാപ്പിൽ ജസ്റ്റ് KS കാർസ് അടിച്ചാൽ തന്നെ നമ്മൾ ലൊക്കേഷൻ കിട്ടും. നിങ്ങൾക്കിപ്പോൾ സ്റ്റോക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 100ന് മുകളിലുണ്ടോ? എണ്ണം പറയണ്ട, അത്രയും ഉണ്ട്. കാരണം 2 യാർഡിൽ നമ്മളിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ യാർഡിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഇൻട്രോ എടുക്കുന്നത്. അവിടെ ഇങ്ങനെ കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നുകൊടുക്കാം അല്ലേ? ഓക്കെ, കസ്റ്റമർ അവിടേക്ക് വരുള്ളൂ, ഇങ്ങോട്ട് വരില്ല അല്ല, അതുകൊണ്ട് ഞങ്ങളെ കൂടി ഇങ്ങോട്ട് വന്നേ. ആയിക്കോട്ടെ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. എല്ലാ സെഗ്മെൻറ്റ് വണ്ടികളുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സലീംക, എന്തായാലും നമ്മളൊരു 10, 14, 15 വണ്ടി വീഡിയോയിൽ കാണിക്കാം. ബാക്കി കുറച്ച് റീൽസ് വേണമെങ്കിൽ ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിലോട്ട് ഹായ് വിട്ടാൽ ലിങ്ക് വരും. ലിങ്കിൽ കയറിയാൽ എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസും കിട്ടും. ഓക്കെ, ആ നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇയർ എൻഡിംഗ് ആണ്, 24 കഴിഞ്ഞ് 25 തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ആയിട്ട്. അത് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഇയർ എൻഡ് ആയതിനെ കൊണ്ട് നമ്മൾ ഒരുപാട് വണ്ടികൾ റേറ്റുകൾ കുറച്ചിട്ടുണ്ട്. ഇപ്പൊ കുറെ ആളുകൾ അടുത്ത വർഷമായിട്ട് എടുക്കാന്ന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വേണ്ട, ഈ വർഷം തന്നെ എടുത്തോ. ഓ, അങ്ങനെ. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. നമ്മൾ 25-ൽ 6 ലക്ഷത്തിലേക്ക് എത്താൻ പോവാണ് സബ്സ്ക്രൈബേഴ്സ്. 2025 ആവട്ടെ അല്ലേ? താങ്ക് യു. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം എന്താ, ഒരു കാലത്ത് ഇവിടെ ഒരുപാട് വിറ്റുകൊണ്ടുന്നൊരു വണ്ടിയാണ്. അതെ, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മിത്സുബിഷി ലാൻസർ, നല്ലൊരു അടിപൊളി സെഡാൻ വണ്ടി. ഇത് ഡീസലോ പെട്രോളോ? ഇത് ഡീസൽ, 2006 മോഡല്, 28 പേപ്പർ ഉണ്ട്, സിംഗിൾ ഓണർ. 2028 വരെ പേപ്പറിൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കാം. ഇപ്പോൾ നമ്പർ നോക്കി, അതെ, KL02Z 2000. 2000 രണ്ടിൻ്റെ ഒരു കളിയാണ്. Z ആണെങ്കിലും 2 കൂട്ടും. ആയിക്കോട്ടെ. 2028 വരെ പേപ്പറിൽ നിൽക്കുന്ന ഡീസൽ ലാൻസർ, ഫുൾ ഓപ്ഷൻ ഇത്. അതെ, ഓക്കെ. ടയറൊക്കെ ആവറേജ് ആണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ഇതിപ്പോൾ മേലെ എന്താണ്? കേരള ഹൈക്കോർട്ട് അസോസിയേഷൻ അഡ്വക്കേറ്റ്സ്, ഭയങ്കര ലെറ്റർ ഇതിന്. അതവിടെ ഒന്നോട്ടെ. ഓക്കെ, സ്റ്റിക്കറൊക്കെ ഫ്രീ ആട്ടോ വണ്ടിയിരിക്കുന്നത്. ആയിക്കോട്ടെ. എത്ര കൊടുക്കരുത്? ഇത് 1 ലക്ഷം രൂപ. 1,50,000 ഫൈനലാ? ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, സാധനം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ സാധനം ടൈറ്റാണ്. അല്ല, ഇത് തന്നെ നമ്മൾ മുന്നേ കൊടുത്തോണ്ടത് 1 ലക്ഷത്തിന് 4 വണ്ടി കൊടുത്തിരുന്നു. 1 ലക്ഷത്തിന് 4 വണ്ടി കൊടുത്തിട്ട് ഓർമ്മ ഉണ്ടല്ലേ? അതായത് 1 ലക്ഷം രൂപയ്ക്ക് 4 വണ്ടികൾ. 1 ലക്ഷം രൂപയ്ക്ക് വെച്ചാൽ ഓരോ വണ്ടിക്ക് ഓരോ ലക്ഷം വെച്ചിട്ട് കൊടുത്തോണ്ടത്. അതൊരു കാലം. ഒരു കാലം 3 വർഷം മുന്നേ കൂടി. ഓക്കെ, എല്ലാ വണ്ടിക്കും വില കുറഞ്ഞിരിക്കണേ, ലാൻസറിന് വില കൂടിക്കണം. തുടക്കം തന്നെ കൂടി. ഓക്കെ, എന്തായാലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു സെഗ്മെന്റ് നോക്കി നടക്കുന്ന ആളുകളുണ്ടാവും അല്ലേ? എന്തായാലും അടുത്ത വണ്ടിയിലേക്ക് പോകാം. തീർച്ചയായിട്ടും. അടുത്തതാ നിസാൻ സണ്ണിയാണ്, KL14 കാസർഗോഡ് വണ്ടി. എങ്ങനെയാ? ഇപ്പം മലപ്പുറത്താണല്ലേ. ഓക്കെ, 2016 തേർഡ് ഓണർഷിപ്പിൽ 140 ഓടിയിട്ടുണ്ട്. 16 ഡീസലാ? ഡീസല്. ഓക്കെ, ന്യൂ ഷേപ്പ് കണ്ടില്ലേ? 330. 3,30,000. എത്ര ഓട്ടം പറഞ്ഞ? 140 ഓടിയുണ്ട് അല്ല? ഓക്കെ, വേറെ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഫ്രണ്ട് ഗ്ലാസ് മിനിഞ്ഞാന്ന് ഞാൻ മാറ്റിയതാണ്. ക്രാക്ക് ഉണ്ടായിട്ട് അവിടെ ഗ്ലാസ് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഗ്ലാസ് അവിടെ ഉണ്ടല്ലോ. ഓക്കെ, എന്തായാലും ക്രാക്കായിട്ട് ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പിലേക്ക് 2016 ഡീസൽ. ഏതാ എക്സൽ ആ ഓപ്ഷൻ? അത് ബേസ് മോഡലാണ്. ഒരു എയർ ബാഗ് ഉണ്ടാവും. ഒരു എയർ ബാഗ് വരുന്നല്ല? ഓക്കെ, നമുക്ക് ഫുൾ ഓൺ വേണമെങ്കിൽ കൊടുക്കാവുന്ന വണ്ടിയാണ്. നല്ല മൈലേജ് ഉണ്ടാവും. 20 അബവ് മൈലേജ് കിട്ടും. എത്രയൊക്കെ കൊടുക്കാൻ പറ്റും? 330. 330 ഫുൾ ഓണിലും അല്ലേ? 3 ലക്ഷം എന്തായാലും കിട്ടും. ട്രാക്ക് ക്ലിയർ ആണെങ്കിൽ ഫുൾ ഓൺ കൊടുക്കാം. 3.5 ലോൺ കിട്ടും. ഓക്കെ, മിനിമം 3 കിട്ടുന്നുണ്ട്, ഉറപ്പിച്ച് പറയാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. സ്കോഡ റാപ്പിഡ് KL41. ബാക്കിയോട് പറ. 2211.
55 ആണ് ഈ മോഡൽ നമ്പർ. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2012-13 റൈസർ. ആ ഓക്കെ. പിന്നെ തേർഡ് ഓണർഷിപ്പാണ് ഉള്ളത്. ആ ഇന്നത്തെ സ്പെഷ്യൽ തേർഡ് ഓണർഷിപ്പാ? ഇത് തേർഡ് ഓണർഷിപ്പ്, ഫാൻസി നമ്പർ. 120 ഓടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, സ്കോഡൊക്കെ സീറ്റ് കണ്ട് ഞങ്ങൾ സീറ്റ് കവർ ജസ്റ്റ് മാറി കൊടുത്താൽ വണ്ടി ബാക്കിയെല്ലാം ഭാഗം ഫിറ്റാ. ഓക്കെ. ഡീസലല്ലേ? ഡീസൽ. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അലോയ്സ് ഉണ്ട്, സിംഗിൾ എയർ ബാഗ്, അലോയ്സ് തരുന്ന ഓപ്ഷനാണ് അല്ലേ? ഓക്കെ. അത്യാവശ്യം ടയേഴ്സ് ഉണ്ട് നല്ല. ഡീസലല്ലേ? ഒരു 18 റേഞ്ചൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും അല്ലേ? ഓക്കെ. ഇത് എത്ര കൊടുക്കാം? 2,60,000. 12 മുതൽ 13 രജിസ്ട്രേഷനാണ്. 13 രജിസ്ട്രേഷൻ വരുന്ന റാപ്പിഡ്. നമുക്ക് 2 ലക്ഷം രൂപ വേണമെങ്കിൽ ലോൺ കൊടുക്കാം. ഓക്കെ. 60,000 കണ്ട് ഇറക്കാം. 60,000 സലീം കാങ്ങനെ പറയുമെങ്കിലും നല്ല മനുഷ്യനാണ്, വളരെ നല്ല മനുഷ്യനാണ്. കുറച്ച് തരും സത്യം. അടുത്ത ഹ്യുണ്ടയുടെ ഗട്സ് ആണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വണ്ടി. എങ്ങനെയാ ഇത്? 2004 മോഡല്, 26 ലക്ഷം രൂപ പേപ്പർ ഉണ്ട്. ഓക്കെ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഈ വില വളരെ കുറവാണ്. വണ്ടി മോശമാണെന്ന് വിചാരിക്കണ്ട. 2-3 ഗഡ്സ് ഇവിടെ ഉള്ളതിനെ കൊണ്ടാണ് ഇതൊക്കെ. പിന്നെ ന്യൂ ഇയർ ഒക്കെ അല്ലേ, ഇയർ എൻഡ് ആണല്ലോ, ഗഡ്സ് ഉണ്ടല്ലോ അതിന്റെ കൂടെ. എങ്ങനെ? പിന്നെ നിങ്ങളെ കല്യാണം കഴിഞ്ഞാലേ, അപ്പൊ നമ്മള് 65 രൂപയ്ക്കാണ് കൊടുക്കാം. 65,000 രൂപയ്ക്ക് 2026 വരെ പേപ്പറുള്ള ഗഡ്സ് ആണ്. ഇതിന്റെ എല്ലാം വർക്കിംഗ് അല്ലേ? നല്ല വർക്കിംഗ്. AC, ഗിയർ പവർ വിൻഡോ എല്ലാം വർക്കിംഗ് അല്ലേ? ഗിയർ വർക്കിംഗ് അല്ലേ? ആയിക്കോട്ടെ. അത്യാവശ്യം സീറ്റ് കവർ കണ്ടേ, അടിപൊളി സീറ്റ് കവർ, 4 പുത്തൻ ടയറാണല്ലേ? 26 വരെ പേപ്പർ ഉണ്ട്. 2026 വരെ 65,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. പെട്രോൾ ആണ്. വലിയ മെയിൻ്റെനൻസ് ആയിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. വലിയ മെയിൻ്റെനൻസും വരില്ല, വലിയ മൈലേജും വരില്ല. മൊത്തത്തിൽ ഒന്നും വരില്ല. ഓക്കെ. ഒരു 11 to 14 മൈലേജ് ഉണ്ടാവില്ല, വലിയൊരു മൈലേജ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആയിക്കോട്ടെ. അടുത്ത വണ്ടി നിൽക്കും. ഒരു പഴയ ഷേപ്പ് ബലേറോ വന്നു. ബലേറോ ചടച്ചുപോയി. പഴയ ഷേപ്പ് നല്ല കൂടി ബലേറോ. എന്തായാലും ബലേറോ ആണ്. ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഡല്. ഇത് 3,40,000 അല്ല, 1,40,000 കൊടുക്കുന്ന വണ്ടിയാണ്. 2003, 2004 റേസറുള്ള 2026 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. AC, പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അടിപൊളി എന്താ പറയാ, കേരിയർ, അലോയ്, 2 ഹെഡ്ലൈറ്റ്, 2 ഫോഗ് ലാമ്പ് ഒക്കെ ഉള്ള വണ്ടി. 1,40,000 രൂപയ്ക്ക് കേട്ടോ. 2 ലക്ഷം രൂപയ്ക്ക് വിറ്റോളി. 1,40,000 26 വരെ 26 ഒക്ടോബർ പേപ്പറിലുണ്ട്. ഒക്ടോബർ വരെ പേപ്പർ ഉണ്ട്. പുരാവസ്തു മാത്രമേ ഉള്ളൂ, നിങ്ങളെ പോലെ നമ്മളെ അല്ലാതല്ലേ. ഓക്കെ. അടുത്ത വണ്ടി നിൽക്കുക. ടാക്സി രജിസ്ട്രേഷനിൽ ഒരു എർട്ടിക കാണാൻ സാധനം ടാക്സി അല്ലേ? അതെ. KL7. ഇത് 2012 VDI, 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. പുതിയ പെർമിറ്റ്, പേപ്പറൊക്കെ ഫിറ്റ് ആണ്. ഇതെന്താ പറഞ്ഞില്ല, പൈസ കൂടി പറഞ്ഞു. പൈസ 380. 380 ഡീസൽ അല്ലേ? VDI ഓപ്ഷൻ എർട്ടിക കൊണ്ടുപോകാം. ലോൺ എത്ര കിട്ടും? ലോൺ 3 ലക്ഷം. ഓക്കെ. ഇതിന്റെ പേപ്പറൊക്കെ വർഷം പുതുക്കും? വർഷം എല്ലാ വർഷവും, കൊല്ലം എല്ലാ കൊല്ലവും പുതുക്കണം. ഓക്കെ. അതിനൊക്കെ എത്ര ചാർജ് വരും ഏകദേശം? അത് RTO ഏജന്റുമാർ പറഞ്ഞുതരും. ആയിക്കോട്ടെ. അടുത്ത വണ്ടി നിൽക്കുക. പുരാവസ്തുക്കളിൽ നിന്ന് മാറി നമ്മൾ കുറച്ച് പുതിയ വണ്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. KL10 രജിസ്ട്രേഷൻ മഹീന്ദ്ര XUV 500. എങ്ങനെയാ? 2011 മോഡല്, 12 റേസർ. ഓക്കെ. W8 സിംഗിൾ ഓണർ, ഏറ്റവും ഫുൾ അല്ലേ? 8 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ബാക്കി കിലോമീറ്റർ 110. 1,10,000. 2012 മോഡൽ, 13 രജിസ്റ്റർ പറഞ്ഞേ. 11 മോഡൽ, 12 രജിസ്റ്റർ, W8. ഓക്കെ. വേറെ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? മേജറായിട്ടൊന്നുമില്ല. ഒന്നുമില്ല. കേരള വണ്ടിയാണ്? കേരള ആയതാണ്. ഫ്രീ ആയതാ. ഓക്കെ. എത്ര കൊടുക്കാം? 4,20. 4,20,000 രൂപയ്ക്ക് 1,10 ഓടിയ XUV 500 നിങ്ങൾക്ക് കൊണ്ടുപോകാം. കിലോമീറ്റർ നമ്മൾ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല, റീ വണ്ടിയാണ് അല്ലേ? അതെ. ലോൺ എത്ര കിട്ടും? ലോണ് 3 എന്തായാലും കൊടുക്കാം കേട്ടോ. ഒരു 1 something കണ്ടാൽ ഇറക്കാം. പ്രൊഫൈൽ ക്ലിയർ ആണ്, ചിലപ്പോൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. 3 പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ. വേറെ വർക്കൊന്നുമില്ലല്ലോ? മെക്കാനിക്കൽ വർക്കൊന്നുമില്ല. ഇന്നോവകളിങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. പഴയ ഷേപ്പ് ഉണ്ട്, ന്യൂ ഷേപ്പ് ഉണ്ട്, എല്ലാം കൺവേർട്ട് ചെയ്തെല്ലാം ഉണ്ട്. ഇത് KL55 റീ ആയതാ? അതെ. ഓക്കെ. ഇത് 2005 മോഡൽ, പുതിയ ടാക്സ് അടിച്ചിട്ടുണ്ട്. 26 വരെ റിന്യൂവൽ ഉണ്ട്. ഓക്കെ. G4 ആണ് കേട്ടോ. G4 ഇന്നോവ. ഷേപ്പ് ഒന്നും മാറ്റിയിട്ടില്ല, പഴയ ഷേപ്പ് തന്നെയാണ് കിടക്കുന്നത്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ. റീ ആണെങ്കിലും മോശം പറയാനില്ല, പറയാണ്ടിരിക്കാനില്ല, മോശമില്ലാന്ന് പറയാം. അങ്ങനെ ഉദ്ദേശിച്ചത് മാറിപ്പോയതല്ലേ പറഞ്ഞു വന്നപ്പോൾ. ഈ ടൈപ്പ് 4 ആക്കിയത് 3-4 ഇവിടെ വേറെ ഉണ്ട്, 2 വണ്ടി പുറത്തുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽ കാറ്റലോഗ് നോക്കിയാൽ കിട്ടും. ഇതിനിപ്പോൾ എത്ര കൊടുക്കാം? ഇത് 260.
260 26 വരെ പേപ്പറുള്ള G4 അല്ലേ? ടാക്സ് ഒക്കെ ലൈഫ് ടാക്സ് പുതിയപ്പോൾ ചെയ്തു. ഓക്കെ അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ബൊലേറോയാണ് KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ കണ്ണൂർ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2009 പുതിയ ടെസ്റ്റ് എടുത്ത വണ്ടിയാണ്. 29 പേപ്പർ ഉണ്ട്. 4 ചാവി ഉണ്ട്. 1 2 എല്ലാം 4 കീ ഉണ്ട്. അഡീഷണൽ അടുപ്പിച്ചല്ലേ? അതൊന്നും ചോദിക്കരുത്. 4 കീ ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആയിട്ട് വണ്ടി എടുക്കുന്നവർക്ക്. പക്ഷെ വണ്ടി ഉണ്ടല്ലോ 2009 ആണെങ്കിലും 19 വണ്ടിയുടെ കണ്ടീഷനാണ്. അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ 2029 വണ്ടി ഇതിന്റെ കണ്ടീഷനാണ് പറയാം. 2,80,000 രൂപ. 2,80,000 2009 പുതിയ പേപ്പറുള്ള 29 വരെ പേപ്പറുള്ള വണ്ടി. 1.5 വരെ ലോൺ ചെയ്യാം. ഏതാ ഇത്? SLX? യെസ്. ഓക്കെ, മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. സീറ്റോറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ മാക്സിമം ലോണും കിട്ടുന്നുണ്ടല്ലോ. ഒരു 7 സീറ്റർ വണ്ടി 2,80,000 കൊണ്ടുപോകാം. ഓക്കെ അടുത്ത വണ്ടിയിൽ അടുത്തൊരു ബ്രസ്സാണ് റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് KL 11 അല്ലേ? ഇത് 2017 സിംഗിൾ ഓണർ. കമ്പനി സർവീസ് 1,10,000 കിലോമീറ്റർ. 1,10,000 കിലോമീറ്റർ. ഏതാ വീഡിയോ? LD ആണ്. പക്ഷെ ബാക്കിയുള്ളൊക്കെ അതേ വരെ കമ്പനി ചെയ്തിട്ടുണ്ട്. ഓക്കെ അലോ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ പവർ വിൻഡോ അല്ല, അലോയ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ 2017 സിംഗിൾ ഓണർ. ഓക്കെ ബാക്കി 660. 1,10,000 കിലോമീറ്റർ ഓടിയ 2017 LDI. ഒന്നുമില്ല. ഇത് 6,60,000. 6 ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം കേട്ടോ. അപ്പോൾ 60,000 അതിൻ്റെ ഉള്ളിൽ കണ്ടിറക്കാം. ആയിക്കോട്ടെ. മൈലേജ് ഉണ്ടാവും അല്ലേ? ഒരു 18 ഉണ്ടാവുമല്ലോ. ആയിക്കോട്ടെ. അടുത്ത ഒരു പോളോ ആണ് KL 8 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2016 കംഫർട്ട് ലൈൻ ഡീസൽ. മിഡിൽ ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർ 1,05,000 കിലോമീറ്റർ. 1.5. രണ്ടാമത് ചോദിക്കരുത് കേട്ടോ. 4,40,000 രൂപ. 2016 അല്ലേ? കംഫർട്ട് ലൈൻ ആണ്. ഡീസൽ ആണ് വണ്ടി. 1.5 ഡീസൽ. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. വേറെ ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പോൾ ഇഞ്ചക്ടർ അടി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അടിച്ചിട്ട് വേണം. ആയിക്കോട്ടെ. എന്തായാലും നോക്കില്ല. ഒരു 4 ലക്ഷം വരെ ലോൺ കിട്ടോ? 4 മേലെ കിട്ടുന്ന ചാൻസ് ഉണ്ട്. ചാൻസ് ഉള്ള വണ്ടിയാണല്ലേ? ഓക്കെ. വേറെ വർക്കൊന്നുമില്ല. ടയേഴ്സ് ആവറേജ് ആണ്. ഓക്കെ അടുത്ത വണ്ടിയിലേക്ക്. വാഗണർ KL 72 വണ്ടി. എങ്ങനെയാ? 2016 VXI സിംഗിൾ ഓണർ 71,000 കിലോമീറ്റർ. 3,20,000 രൂപ. അറിഞ്ഞോയാ? ഓഫറാണ്. 3,50,000 30,000 കുറച്ചാണ്. ഇയർ എൻഡ് അല്ലേ? ഒന്നും കൂടി തിരിച്ചു ചോദിക്കട്ടെ. അറിയാമോ ഇപ്പോ? ഇല്ല. ഏതാ മോഡല്? 2016 വണ്ടിയാണ്. സിംഗിൾ ഓണർ 71,000 കിലോമീറ്റർ. ഫ്ലോയിൽ വരുമ്പോൾ പോകും. 72,000 അല്ലേ? 71,000. ആയിക്കോട്ടെ. 3,20,000 ഇതൊക്കെ മാക്സിമം 3 ലക്ഷം രൂപ ലോൺ കിട്ടും. 20,000 മേലെ കിട്ടും. 3,20,000 കൊടുക്കാം. ചിലപ്പോൾ ഫുൾ ലോൺ വരെ കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. വേറെ വർക്കൊന്നും ഇല്ലല്ലോ? ഒരു വർക്കില്ല. എല്ലാവർക്കും കഴിഞ്ഞാൽ ഓക്കെ. VXI നീറ്റ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ. ബാക്കിൽ വൈപ്പർ ഉണ്ട്. നിങ്ങളെ കല്യാണത്തിൽ വന്നപ്പോൾ ആരും അടിച്ചു മാറ്റി പോയി അവിടുന്ന് തന്നെ. ഓക്കെ. അപ്പൊ പുറകിൽ വൈപ്പർ വേറെ വെച്ചു കൊടുക്കാം. ആയിക്കോട്ടെ. വെച്ചിട്ടില്ല കൊടുക്കും. വണ്ടി വന്ന് ഒരു എന്നെ വണ്ടി വൈപ്പർ ചെയ്ത് തരൂല. അടുത്ത വണ്ടിയിലേക്ക് പോവാം. സ്വിഫ്റ്റ് ആണ് അടുത്ത വാഹനം. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെയാണ്? വീണ്ടും സിംഗിൾ ഓണർ 2016 VDI. 95,000 കിലോമീറ്റർ. 95. ഓക്കെ. ഇതൊക്കെ ഇപ്പോൾ എന്താണ് ന്യൂ ഇയർ ആയിട്ട് റേറ്റ് കുറച്ചാണ്. പാർട്ടി 5 ലക്ഷം ചോദിച്ചത് 4,60,000 ആക്കി. പാർട്ടി 5 ലക്ഷം വേണമെന്ന് പറഞ്ഞ് വെച്ചാണ്. ഇപ്പോൾ 4,60,000 ആക്കി. ഓക്കെ. 2016 VDI. ഓക്കെ. വലിയ ഓട്ടം പോയില്ല. പിന്നെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ഇല്ല. ഒന്നുമില്ല. ഓക്കെ. ടയർ ഭാഗങ്ങളും വലിയ കുഴപ്പമില്ല. ലോൺ എത്ര കിട്ടും? ലോൺ 4 രൂപ കിട്ടും. 4,500 വരെ കിട്ടും. 4 വരെ 4 ലക്ഷം വരെ ലോൺ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ്. ചെറിയൊരു എമൗണ്ട് ആയിട്ടാൽ ഇറക്കാൻ പറ്റിയൊരു ഡീസൽ സ്വിഫ്റ്റ് ആണ്. ഒരു 18-20 റേഞ്ച് മൈലേജും കിട്ടും. വേറെ ക്ലെയിമോ മേജറായിട്ടുള്ള വർക്കൊന്നും ഇല്ലല്ലോ? ഉറപ്പല്ലേ? ആയിക്കോട്ടെ. അങ്ങനെയാണ്. ഹോണ്ട അമേസ് 3rd ജനറേഷൻ വാഹനമാണ്. KL 35 പാല രജിസ്ട്രേഷൻ അല്ലേ? 2019 ഡീസലാണ്. ഡീസൽ. ഓക്കെ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എസ് മിഡിൽ ഓപ്ഷൻ ആണ്. പക്ഷേ അതിൽ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ളത്. ഓട്ടം 1,05,000 കിലോമീറ്റർ. 1.15. ഹോണ്ടയുടെ സർവീസ് പ്രോപ്പർ ആണെങ്കിൽ വേറെ ഒന്നും അങ്ങനെ പണി വരാൻ ചാൻസ് ഇല്ല. നല്ല വണ്ടി കേട്ടോ. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി അല്ലേ? അപ്പോൾ ഇതുവരെ പറഞ്ഞ വണ്ടിയൊക്കെ കംപ്ലീറ്റാ? ഒറ്റൊക്കെ കംപ്ലൈന്റ്. ആയിക്കോട്ടെ. സന്തോഷമായില്ലേ? സന്തോഷമായി. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് മാത്രം എടുത്താൽ മതി. ഒറ്റൊന്നും എടുക്കണ്ട. ഇതിപ്പോൾ എത്ര ചോദിക്കുന്നത്? ഇത്
8 ലക്ഷം റുപ്യാണ് പാർട്ടി ചോദിച്ചാൽ. പക്ഷേ ഓഫർ ഇപ്പം ന്യൂ ഇയർ ആയിട്ട് 6 ലക്ഷം റുപ്യ കൊടുക്കണം. 6,50,000 2019 എസ് ഓപ്ഷൻ ഡീസൽ 1.15 ഓടിയ ഹോണ്ട എമൈസ് 3rd ജനറേഷൻ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. പോരെ? 1 ലക്ഷം ഓഫർ പോരെ? ഓ 6 lakh ലോൺ കിട്ടോ? ഫുൾ ലോണ്. ഫുൾ ലോൺ കിട്ടുന്ന ഒരു ഡീസൽ എമൈസ്. നല്ല മൈലേജാണ്. 20 above 22 മേലൊക്കെ മൈലേജ് കിട്ടുന്ന വാഹനമാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. സലീംക, ഇതിന് ഓഡി എന്ന് പറയണോ ഓഡി എന്ന് പറയണോ? എന്തും പറയാ. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് അത്. നിങ്ങളെന്താ പറയൂ? ഈ കണ്ട സാധനം എന്ന് പറയും. ആയിക്കോട്ടെ. KL35 പാലാ രജിസ്ട്രേഷൻ ആണ്. വീണ്ടും ഓഡി A4. എങ്ങനെയാ കാര്യങ്ങൾ? ആദ്യം കാണിച്ച് നമ്മൾ പാല തന്നെയാണല്ലോ. അതെ, അതാണ് വീണ്ടും പറഞ്ഞത്. അപ്പോൾ ഇത് 2012 കേരള വണ്ടിയാണ്. ഓക്കെ, പിന്നെന്താ ഓണർഷിപ്പോ? ടോപ്പ് എൻഡാ? ആ, A4 ടോപ്പ് എൻഡ്. അല്ലേ ടോപ്പ് എൻഡില്ലേ? എൻഡ്. ആയിക്കോട്ടെ. 12 വണ്ടി എത്ര ഓടി? 1.12. 1,12,000 കിലോമീറ്റർ ഓടിയ 2012 ഡീസൽ A4 ടോപ്പ് എൻഡ് വാഹനമാണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളോ? 1.19 പഠിച്ച് പറയണം കേട്ടോ. അവിടെ കിടന്നില്ല കൈ കാണിക്കാൻ കാലം കാണിക്കുക. ഓക്കെ, 1.19 ഓടിയിട്ടുണ്ട്. സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? ഇല്ല, നോക്കിയിട്ടില്ല. വണ്ടിയല്ലേ. ആയിക്കോട്ടെ. പിന്നെ ഓണർഷിപ്പ് 6 ഡസൺ ഓണറുണ്ട്. ഓണർഷിപ്പ് എത്രയാ? 6 ഡസൺ. 6ാമത്തെ ഓണർഷിപ്പിലുള്ള. ഈ 6ാമത്തെ ഓണർഷിപ്പ് കിടക്കാണ്. റേറ്റ് കുറവുണ്ടല്ലോ, 8.80 8,80,000 2012 ഓഡി A4 അര ഡസണിൽ കിടക്കാണ്. ആയിക്കോട്ടെ. വില ഒന്നും കൂടി എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ താല്പര്യം ലോൺ കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ? 6th ഓണറായി ലോൺ ചാൻസ് ഇല്ല. മലപ്പുറം ജില്ലക്കാണെങ്കിൽ നമുക്ക് സെഡ് ഫിനാൻസ് കുറച്ച് കൊടുക്കാം. റെഡി ക്യാഷ് നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് പ്രീമിയം. അപ്പോൾ നമ്മുടെ അവസാനത്തെ വണ്ടിയായിരുന്നു കാണിച്ചത്. ഇനി ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടെ ഉണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ അറിയാം. സലീംകയുടെ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാറ്റലോഗ് ഉണ്ടാവും. അതിനകത്ത് ഫുൾ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ഉണ്ടാവും. ജസ്റ്റ് വാട്സപ്പിൽ ഹായ് വിട്ടാൽ തന്നെ ലിങ്ക് അങ്ങോട്ട് വരും. അത്രേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം വൈറ്റപ്പ് ചെയ്യാം. ചായ പിടിക്കാൻ പോകണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് പോയാണ് ആദ്യം കിടന്നു തുടങ്ങിട്ടോ. ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഹാപ്പി ന്യൂ ഇയർ. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.